ഹലോ, ഞാൻ ബില്ലി. അപ്പോൾ ഞാനിന്നൊരു സിനിമ കണ്ടു. അതായത് ഒരു വടക്കൻ പ്രണയപർവ്വം. അപ്പോൾ പടം എന്ന് പറഞ്ഞാൽ ഒരു ക്യാമ്പസ് ചിത്രം, ഒരു കോളേജ് ലൈഫൊക്കെ കാട്ടുന്ന ഒരു പടം. അങ്ങനെയാണ് ആ പടത്തിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ പടം എഴുതിക്കുന്നതെന്ന് പറഞ്ഞാൽ വിജേഷ് ചെമ്പിലോട്. അപ്പോൾ പുള്ളി തന്നെയാണ് പടം ഡയറക്റ്റും ചെയ്തിരിക്കുന്നത്. പിന്നെ ഋഷി സുരേഷ് എന്ന് പറഞ്ഞ ഒരാളാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പടം ഞാൻ പറഞ്ഞില്ലേ, ക്യാമ്പസ് ചിത്രം. അത് ഗംഭീരമായിട്ട്, അത് ലാഗൊന്നും ഫീൽ ചെയ്തില്ല. പിന്നെ പടത്തിൽ നായകൻ എന്ന് പറഞ്ഞാൽ സൂരജ് സൺ എന്നും പറഞ്ഞ ഒരു മൃദുഭാവേ ദൃഢഹൃദയം എന്ന് പറഞ്ഞൊരു പടമുണ്ട്. ആ പടത്തിലെ നായകൻ തന്നെയാണ് ഇതിലും നായകൻ. പിന്നെ പുള്ളീനെ കൂടാണ്ട് ഈ പടത്തിൽ ശബരീഷ് വർമ്മ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ ഒരു ക്യാരക്ടർ പുള്ളിയുടെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കുടീനൊക്കെ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അത് പുള്ളി ഗംഭീരമായിട്ട് ചെയ്തു. പിന്നെ ഇതിൽ നായിക എന്ന് പറഞ്ഞാൽ ഒരു അഞ്ജന പ്രകാശ്, സ്വപ്ന എന്നാണ് നായികയുടെ പേര്. അപ്പോൾ ഒരു പുതുമുഖ നടിയാണ്. അപ്പോൾ പുള്ളിക്കാരത്തിന് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ വേറെ അഭിനയിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മറ്റേ അങ്കമാലി ഡയറീസിലുള്ള ഒരു പയ്യനല്ല ഒരു പുള്ളിയുണ്ട്, ഒരു വിനീത് വിശ്വ എന്ന് പറഞ്ഞു. പുള്ളിക്കാരനും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സീരിയൽ നടി മറ്റേ ഡയാന ഹമീദ്, പുള്ളിക്കാരത്തി ഇതിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പടം പിടിച്ചവർ, അതായത് എഴുതി സംവിധാനം ചെയ്ത മറ്റേ വിജേഷ് ചെമ്പിലോട് എന്ന് പറഞ്ഞ പുള്ളി തന്നെ ഇതിലൊരു ക്യാരക്ടറിന് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ഇപ്പോൾ ക്യാരക്ടറിൻ്റെ പേര് ചന്തു എന്നാണ് കണ്ട. പിന്നെ മറ്റേ പ്രൊഡ്യൂസർ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രൊഡ്യൂസറല്ല, പുള്ളി ആരായിരുന്നു, ഡയറക്ടർ. അതായത് പടം പിടിച്ച ആൾ ഋഷി സുരേഷ്, പുള്ളിയും ഇതിൽ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതായത് പടത്തിൻ്റെ നിർമ്മാതാക്കൾ തന്നെ, അതായത് പടം പിടിച്ചവർ തന്നെയാണ് ഈ പടത്തിൽ ഒരുമാതിരിപ്പെട്ട നല്ല റോള് ചെയ്തിരിക്കുന്നത്. പിന്നെ മറ്റേ ശ്രീകാന്ത് വെട്ടിയാറ്, പുള്ളി ഇതിലും ചെയ്തിട്ടുണ്ട്. പുള്ളി ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. പുള്ളി നല്ല രസമായിട്ട് പുള്ളിക്കാരൻ്റെ റോള് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റേ ക്യൂൺ എന്ന് പറഞ്ഞ പടത്തിലെ ആ പയ്യനുണ്ട്, അതായത് ജെൻസൺ ആലപ്പാട്ട് എന്ന് പറഞ്ഞ പുള്ളിക്കാരനും അത്യാവശ്യം രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ക്യാരക്ടർ അവസാനമൊക്കെ ആകുമ്പോൾ ഒരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് പുള്ളിയുടെ ഒരു ക്യാരക്ടറുള്ള. പിന്നെ ശിവജി ഗുരുവായൂർ, പി കുഞ്ഞികൃഷ്ണൻ, അങ്ങനെയാണ് മറ്റേ ഏത് പടാ എന്നതാകത്തെ കേസുകളിലെ മറ്റേ ജഡ്ജിയായിട്ടുള്ള പുള്ളിയും പിന്നെ രാജേഷ് പറവൂർ, ആ കോമഡി നടനും പുള്ളിക്കാരനും ഇതിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പടം എന്ന് പറഞ്ഞാൽ ഫുൾ ഒരു ക്യാമ്പസ് ഫിലിമാണ്. അതായത് കോളേജ് ലൈഫും അങ്ങനത്തെ കാര്യങ്ങളും അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയണ ഒരു ചിത്രം. ഫുള്ളും ഈ പടത്തിൻ്റെ ഒരു കോളേജായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ പടത്തിൽ പറഞ്ഞത്. അതായത് കോളേജിലെ രസമാണ് കേട്ടോ, കണ്ടിരിക്കാനുള്ള രസമാണ്. കോളേജിൽ ഇപ്പോൾ ATS, ആൻറ്റി ലവ് സ്ക്വാഡ് എന്നൊക്കെ പറഞ്ഞ് ഒരു സംഭവം, അതായത് ലവ് ഫ്രീ എന്ന് പറഞ്ഞ് അതിൽ ആ സംഭവമൊക്കെ വരുമ്പോൾ ഡയലോഗ് കുറേ ഉണ്ട്. അത് നല്ല രസം, ഒരു കോമഡി പടമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ പടത്തിൻ്റെ മെയിൻ പ്രത്യേകത അല്ല, ഈ പടത്തിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അതായത് അധികം തിയേറ്ററോ സ്ക്രീനോ ഈ പടത്തിന് കിട്ടിയിട്ടില്ല. പിന്നെ നല്ലൊരു പടമായിട്ടും അങ്ങനെ കിട്ടാത്തത് എന്താണെന്ന് അറിഞ്ഞൂടാ. എന്തായാലും ഇത് മൗത്ത് പബ്ലിസിറ്റി കൂടെ ഈ പടം കയറി വരണം. കാരണം നല്ലൊരു സിനിമയാണ്. തിയേറ്റർ വാച്ച് മിസ്സാക്കിയാൽ ഒരു നഷ്ടം ഉണ്ടാവുമെന്ന് ഞാൻ പറയണു. എന്തായാലും എല്ലാവരും തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു സിനിമയാണ് ഒരു വടക്കൻ പ്രണയപർവ്വം. പടം ഫുൾ കോമഡിയാണ്, ഞാൻ പറഞ്ഞില്ലേ കോമഡിയാണ്. പിന്നെ നല്ല നല്ല പാട്ടുകൾ ഈ പടത്തിലുണ്ട് കേട്ടോ. ഈ പൈങ്കിളി പാട്ടുകളല്ല, നല്ല പാട്ടുകളുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. എന്തായാലും തിയേറ്ററിൽ പോയി കണ്ടാൽ നഷ്ടം വരില്ല. ആ കാര്യത്തിൽ 100% ഉറപ്പ് ഞാൻ പറയുള്ളൂ. ശരി എന്നാൽ.